NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് മാറ്റത്തിൽ പകച്ച് കോൺഗ്രസ് നേതൃത്വം. സുകുമാരൻ നായരെ പ്രകോപിപ്പിച്ചത് വി.ഡി. സതീശന്റെ സമീപനങ്ങൾ എന്ന് വിമർശനം. NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ അടിയന്തര നീക്കം. പ്രമുഖ സാമുദായിക സംഘടനകളുടെ പിൻബലത്തോടെ തുടർഭരണം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ഏതു വിധേനയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ തുടരുക തന്നെയാണ് ജി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചും കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടുകളെ വിമർശിച്ചും NSS നേതൃത്വം രംഗത്ത് വന്നത് കോൺഗ്രസ് നേതാക്കൾക്കേറ്റ ഇരുട്ടടി തന്നെയായിരുന്നു. 2018 പിണറായി സർക്കാരിനെതിരെ നടന്ന നാമജപ ഘോഷയാത്രയിൽ നിറഞ്ഞുനിന്ന സാന്നിധ്യമായിരുന്നു NSSന്റേത്. അതേ NSS തന്നെയാണ് സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതും ശബരിമലയുടെ വികസനത്തിൽ ഇടത് സർക്കാരിന്റെ തീരുമാനങ്ങളെ പുകഴ്ത്തുന്ന നിലപാടുകൾ കൈക്കൊണ്ടതും. ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന് തെല്ലും ആത്മാർത്ഥതയില്ലെന്നും കോൺഗ്രസ് നടത്തുന്നത് കള്ളക്കളികൾ മാത്രമാണെന്നും തുറന്നടിക്കുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തത്. ഹിന്ദു സമുദായത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ മറ്റ് സമുദായങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. UDF കേന്ദ്രങ്ങളുമായി അടുത്ത കാലം വരെ ദൃഢമായ ബന്ധമായിരുന്നു സുകുമാരൻ നായർക്കും മറ്റ് NSS നേതാക്കൾക്കും ഉണ്ടായിരുന്നത്. വി.ഡി. സതീശൻ കോൺഗ്രസിന്റെ നേതൃനിരയിൽ എത്തിയതിനു ശേഷമാണ് ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത്. ആവിധം ചെറു അസ്വാരസ്യങ്ങളാണ് ഇപ്പോൾ രൂക്ഷമായ പൊട്ടിത്തെറികളിലേക്ക് എത്തി നിൽക്കുന്നത്. സുകുമാരൻ നായരെ പോലെ ശക്തനായ ഒരു സാമുദായിക നേതാവിനെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടും അത് അംഗീകരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായതേയില്ല. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഒരു സാമുദായിക നേതാവിന്റെയും തിണ്ണ നിറങ്ങാൻ താൻ പോകാറില്ലെന്ന് വി.ഡി. സതീശൻ നടത്തിയ പ്രതികരണമാണ് NSSും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വഷളാകാൻ പ്രധാന കാരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജയിപ്പിക്കണമെന്ന ആവശ്യവുമായി ചങ്ങനാശ്ശേരിയിൽ 1.5 മണിക്കൂർ തന്റെ ഓഫീസിൽ വന്നിരുന്ന നേതാവാണ് സതീശനെന്നും അതേ സതീശനാണ് പിന്നീട് മതസാമുദായിക നേതാക്കളെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നതെന്നുമായിരുന്നു സുകുമാരൻ നായർ നേരത്തെ നടത്തിയ വിമർശനം. തങ്ങളുടെ പിന്തുണ തേടി വിജയിച്ചതിനു ശേഷം NSSനെ തള്ളിപ്പറഞ്ഞ വി.ഡി. സതീശന്റെ നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് സുകുമാരൻ നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുകുമാരൻ നായരെ പിണക്കുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പോലെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും അംഗീകരിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായതുമില്ല. കോൺഗ്രസിനോട് NSS പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയാലും അതെല്ലാം പരിഹരിക്കാമെന്നായിരുന്നു UDF നേതാക്കളും കരുതിയിരുന്നത്. എന്നാൽ ഇടത് സർക്കാരിന് പിന്തുണ നൽകിക്കൊണ്ട് NSS നേതൃത്വം രംഗത്തെത്തുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതുമില്ല. ശബരിമലയിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസിന്റെ നിലപാടിനെയാണ് സുകുമാരൻ നായർ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചതും സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളെ പ്രശംസിച്ചതും. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നാണ് NSSന്റെ പ്രഖ്യാപിത നയം. സർക്കാർ അത് നടപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് സുകുമാരൻ നായർ നയം വ്യക്തമാക്കിയത്. അതോടൊപ്പം കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നും അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മാത്രം മതിയെന്ന് സുകുമാരൻ നായർ തുറന്നടിക്കുകയും ചെയ്തു. ശബരിമലയുടെ വികസന വിഷയത്തിൽ കോൺഗ്രസിനും BJPക്കും വ്യക്തമായ ഒരു നയസമീപനവും ഇല്ലെന്ന് രൂക്ഷ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. NSSന്റെ ഈ നിലപാട് മാറ്റത്തെ അത്യധികം പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ SNDPക്കൊപ്പം NSSന്റെ പിന്തുണ കൂടിയാകുമ്പോൾ ഏറെ ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് CPM നേതൃത്വം. അതേസമയം NSSനെ പിണക്കുന്നത് ശക്തമായ തിരിച്ചടിയുണ്ടാക്കുമെന്ന വികാരവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. വിവിധ സാമുദായിക നേതാക്കളുമായി കോൺഗ്രസിന് ദീർഘകാലമായുള്ള ബന്ധം നിലനിർത്താൻ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാകട്ടെ തന്റെ പിടിവാശിയുമായി മുന്നോട്ടു പോവുകയുമാണ്. ഇതെല്ലാം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ഈ വിധം നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവഞ്ചൂരിനെയും ചെന്നിത്തലയെയും പോലെയുള്ള നേതാക്കൾ മുൻകൈയെടുത്ത് സുകുമാരൻ നായരെ അനുനയിപ്പിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ ഈ നിലപാട് മാറ്റം കേരള രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.
NSSന്റെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ തുടർഭരണ സാധ്യതകൾ ഏറുകയാണെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ ഇപ്പോൾ.